നീതി വേണം, നീതി വേണം. എന്റെ വീട് തെറ്റിദ്ധ ഞങ്ങൾക്ക് ഇനി വേറെ പോകാൻ ഒരിടം പോലും ഇല്ല. ഞങ്ങൾക്ക് ഈ വീടല്ലാതെ വേറെ ഒന്നുമില്ല. എന്റെ മോനും കൊണ്ട് ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റൂല. ഇനി ഞങ്ങൾക്ക് വേറെ വീടോ സ്ഥലമോ ഒന്നുമില്ല. വീടത് എന്റെ മോന് സൗകര്യങ്ങളൊക്കെ അകത്താണ്. ഞങ്ങൾ പിന്നെ എവിടേക്ക് പോവാൻ? ഞങ്ങൾക്ക് ഇനി മരണല്ലാതെ വേറെ ഒന്നുമില്ല. വീട് ജപ്തി ചെയ്ത ബാങ്കിന്റെ നടപടിയിൽ പെരുവഴിയിലായ ആലുവ കീഴ്മാട് ചാലക്കൽ സ്വദേശി വൈരമണിയുടെയും കുടുംബത്തിന്റെയും അവസ്ഥയാണിത്. ഭിന്നശേഷിക്കാരനായ മകനുമായി എവിടെ പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണിവർ. കോൺഗ്രസ് ഭരിക്കുന്ന ആലുവ അർബൻ സഹകരണ ബാങ്കാണ് വൈരമണിയെയും കുടുംബത്തെയും പുറത്താക്കി വീട് ജപ്തി ചെയ്തത്. 8 വർഷം മുമ്പാണ് വൈരമണി 10 ലക്ഷം രൂപ വായ്പയെടുത്തത്. 9 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചെങ്കിലും പലിശയടക്കം വീണ്ടും 8 ലക്ഷത്തോളം രൂപ അടയ്ക്കാനുണ്ടെന്ന് കാണിച്ച് ബാങ്ക് അധികൃതർ നോട്ടീസ് നൽകിയിരിക്കുന്നുവെന്ന് വൈരമണി പറയുന്നു. പോലീസ് സഹായത്തോടെ കുടുംബത്തെ പുറത്താക്കി വീട്ടുസാമഗ്രികൾ പുറത്തിട്ട് ബാങ്ക് അധികൃതർ വീട് മുദ്രവെച്ചു. ഏതാനും മാസം മുമ്പ് ഇതുപോലെ സീൽ ചെയ്തിരുന്നെങ്കിലും MLA അൻവർ സാദത്ത് ഇടപെട്ട് വീട് തുറന്നു നൽകുകയായിരുന്നു. 2017 എടുത്ത വായ്പയിൽ 2020 ശേഷം മുതലോ പലിശയോ തിരിച്ചടച്ചിട്ടില്ലെന്നാണ് ബാങ്ക് അധികൃതരുടെ വാദം. കൂലിപ്പണിക്കാരനായ വൈരമണിക്ക് മിച്ചഭൂമിയായി ലഭിച്ച 5 സെന്റ് സ്ഥലം പണയം വെച്ചാണ് വായ്പയെടുത്തത്. ഭിന്നശേഷിക്കാരനായ മകനുമായി അഭയത്തിനായി സഹായം തേടുകയാണിവർ. ന്യൂസ് ഡെസ്ക്, ട്രൂ ലെൻസ്.